നമസ്തേ, ഞാൻ അംബിക നായർ. ഇതെൻ്റെ രണ്ടാമത്തെ വീഡിയോ ബ്ലോഗാണ്. ആദ്യത്തെ വീഡിയോ ബ്ലോഗ് കുറേ പേരെങ്കിലും കണ്ടിട്ടുണ്ടാവും. അത് കണ്ടവരോടും ഷെയർ ചെയ്തവരോടും എൻ്റെ നന്ദി അറിയിക്കുകയാണ്. ഇപ്പം കേരളത്തിലെ ജനങ്ങളോട് രണ്ട് വാക്ക് സംസാരിക്കണമെന്ന് തോന്നാനുണ്ടായ ഒരു സാഹചര്യം ഉണ്ടായി. വൈകിട്ട് ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്തിൽ ഒരു ഫ്ലാഷ് ന്യൂസ് കണ്ടു ഞാൻ. നമ്മുടെ കേരളത്തിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിൻ്റെ ഒരു പ്രസ്താവന കണ്ടു. അദ്ദേഹം പറയുന്നു, വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ, അതായത് മെയ് 16 നടക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പ്രധാന പോരാട്ടം കോൺഗ്രസും BJPയും തമ്മിലാണെന്ന്. എനിക്കത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. കാരണം ഇന്ന് കേരളത്തിൽ നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യം വളരെ താല്പര്യം ജനിപ്പിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പ്രസ്താവന കേട്ടപ്പോൾ എനിക്ക് രണ്ട് കാര്യങ്ങളാണ് തോന്നിയത്. ഒന്ന്, കേരളത്തിലെ BJPയുടെ വളർച്ച മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പോലും അംഗീകരിക്കുന്നു. രണ്ട്, കേരളത്തിൽ കോൺഗ്രസിൻ്റെ പ്രധാന എതിരാളി സ്ഥാനത്ത് നിന്നും അദ്ദേഹം കമ്മ്യൂണിസ്റ്റിനെ മാറ്റി നിർത്തി അവിടെ BJPയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ഇതിൻ്റെ കൂടെ കൂട്ടി വായിക്കേണ്ട വേറൊരു കാര്യം കൂടിയുണ്ട്. കാരണം കോൺഗ്രസിൻ്റെ എതിരാളി സ്ഥാനത്ത് നിന്നും കമ്മ്യൂണിസ്റ്റിനെ മാറ്റി അവിടെ BJPയെ പ്രതിഷ്ഠിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റിനെ വേണമെങ്കിൽ മിത്രം ആക്കിയേക്കാം എന്ന ഒരവസ്ഥ കൂടി കേരളത്തിൽ നിലവിലുണ്ട്. പ്രത്യേകിച്ചും ബംഗാളിൽ അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം ഓൾറെഡി നിലനിൽക്കുമ്പോൾ അതെനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. കഴിഞ്ഞ 60 വർഷത്തെ കേരള ചരിത്രത്തിലെ കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും മാറി മാറി ഭരിച്ചൊരു രാഷ്ട്രീയ സാഹചര്യമാണ് നിലവിലിരിക്കുന്നത്. ഇങ്ങനത്തെ ഒരു രാഷ്ട്രീയ ചതുരംഗ നീക്കം കേരളത്തിൽ നടക്കുമ്പോൾ എൻ്റെ കേരളത്തിലെ ജനങ്ങളോട് എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. ഇടതും വലതും മാറി മാറി ഭരിച്ച ഈ സംസ്ഥാനത്തിൽ ഈ ഒരു അവസരത്തിൽ ഈ ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പിലെങ്കിലും നിങ്ങൾ കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങളെ BJPക്ക് ഒരവസരം കൊടുത്ത് ഇടത്തോട്ടും വലത്തോട്ടും പോകാതെ നേരിൻ്റെ പാതയിൽ മുന്നോട്ട് നയിക്കാൻ കെൽപ്പുള്ള BJPക്ക് ഒരവസരം കൊടുക്കണമെന്നാണ് എൻ്റെ കേരളത്തിലെ ജനങ്ങളോട് എനിക്കൊരു അപേക്ഷയുള്ളത്. ഇങ്ങനെ ഒരു അഭ്യർത്ഥന ഞാൻ വയ്ക്കുന്ന സമയത്ത് നിങ്ങൾ തീർച്ചയായും എന്നോട് ചോദിച്ചേക്കാം, എന്തുകൊണ്ട് BJP 2014 മെയ്യിൽ BJP ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായിട്ട് അധികാരത്തിൽ വന്നതിന് ശേഷം 2014 ഓഗസ്റ്റിൽ റെഡ് ഫോർട്ടിൽ നിന്നിട്ട് സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ ഈ ഭാരതത്തിലെ ജനങ്ങളെ അഭിസംബോധന ചെയ്യുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞ ഒരു കാര്യമുണ്ട്. അദ്ദേഹം ബുള്ളറ്റ് പ്രൂഫ് ആദ്യമായിട്ട് ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് ധരിക്കാതെ ജനങ്ങളെ അഭിസംബോധന ചെയ്തൊരു പ്രധാനമന്ത്രിയാണ് അദ്ദേഹം. അതിന് കാരണമായിട്ട് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഈ രാജ്യത്തെ ജനങ്ങളിലെ, എൻ്റെ രാജ്യത്തെ ജനങ്ങളിലെ എനിക്ക് വിശ്വാസമുണ്ട്. അതുകൊണ്ട് എൻ്റെ രാജ്യത്തെ ജനങ്ങളോട് സംസാരിക്കുമ്പോൾ എനിക്ക് ഒരു ബുള്ളറ്റ് പ്രൂഫിൻ്റെ ആവശ്യമില്ല, അവരുടെ മേലെ എനിക്ക് വിശ്വാസമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം ഈ രാജ്യത്തെ പ്രധാനമന്ത്രി ഈ രാജ്യത്തെ ജനങ്ങളിലെ വിശ്വാസം അർപ്പിക്കുമ്പോൾ ഈ രാജ്യത്തെ ജനങ്ങളായ നമുക്കും അദ്ദേഹത്തിൽ തിരിച്ച് വിശ്വാസം അർപ്പിക്കാനുള്ള ഒരു ബാധ്യത നിലവിലുണ്ട്. പ്രധാനമന്ത്രിയായതിനു ശേഷം അദ്ദേഹം 34 രാജ്യങ്ങൾ സന്ദർശിച്ചു. അവിടെ നിന്ന് വിദേശ നിക്ഷേപം കൊടുന്നു. ആ രാജ്യങ്ങളുമായിട്ടുള്ള ഒരു സുഹൃത്ത് ബന്ധം വളർത്തിയെടുത്തു. ഇന്ന് ലോകത്തിലെ ഏത് രാജ്യം നോക്കിയാലും അദ്ദേഹത്തിൻ്റെ സന്ദർശനത്തെ ഉറ്റുനോക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ഭാരതത്തിൻ്റെ യശസ് വാനോളം ഉയർന്ന് ഏത് ലോകരാജ്യങ്ങളിൽ പോകുമ്പോഴും അതെല്ലാം വളരെ വലിയൊരു വാർത്തയാകുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേസമയം തന്നെ രാജ്യത്തെ പുറത്തുനിന്നുള്ള ബന്ധം വളർത്തിയെടുക്കുന്ന അതേ സാഹചര്യത്തിൽ തന്നെ ഈ രാജ്യത്തെ സാധാരണക്കാരെയും പാവപ്പെട്ടവരോടും അത്രയധികം കടപ്പാടും കടമയും ഈ രാജ്യത്തെ പ്രധാനമന്ത്രിക്കുണ്ട്. സ്വച്ഛ ഭാരത് അഭിയാൻ, ഗംഗാ ശുചീകരണം, സ്കിൽ ഇന്ത്യ, മേക്ക് ഇൻ ഇന്ത്യ തുടങ്ങിയ പദ്ധതികളും, സുകന്യ സമൃദ്ധി യോജന, മുദ്ര ബാങ്ക്, അടൽ പെൻഷൻ യോജന, 1 റാങ്ക് 1 പെൻഷൻ, ജനകീയ ഇൻഷുറൻസ് പദ്ധതികൾ, സ്മാർട്ട് സിറ്റികൾ, 2022 ഈ രാജ്യത്തെ പാവപ്പെട്ടവർക്ക് എല്ലാവർക്കും വീട്, അതായത് വീടില്ലാത്ത 2022 വീടില്ലാത്ത ഒരു പാവപ്പെട്ടവൻ പോലും ഈ രാജ്യത്ത് ഉണ്ടാവരുതെന്നുള്ള ആഗ്രഹത്തോടു കൂടി നടത്തുന്ന ഈ പദ്ധതികളെല്ലാം ഈ രാജ്യത്തെ സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. വേറൊരു കാര്യം പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ 2017 ചൈനയെ വളർച്ചാ നിരക്കിൽ ചൈനയെ പോലും പിന്തള്ളിക്കൊണ്ട് 8% വളർച്ചാ നിരക്കിൽ ചൈനയെ പോലും പിന്തള്ളിക്കൊണ്ട് ഇന്ത്യ ചൈനയുടെ മുന്നിലെത്തുന്ന ഒരവസ്ഥയാണ് ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് വരെ പ്രെഡിക്റ്റ് ചെയ്തിരിക്കുന്നത്.
അത് മാത്രല്ല ഈ രാജ്യത്തിൽ ഭാരതത്തിൽ 8 സംസ്ഥാനങ്ങളിൽ ഇന്ന് BJP ഒറ്റയ്ക്ക് ഭരിക്കുന്നുണ്ട്, അലയൻസ് ഇല്ലാതെ. ബാക്കി 6 സംസ്ഥാനങ്ങളിൽ NDA അലയൻസോടുകൂടി ഭരിക്കുന്നുണ്ട്. അതായത് ഈ രാജ്യത്ത് 14 സംസ്ഥാനങ്ങളിൽ ഇന്ന് BJP ആണ് ഭരിക്കുന്നത്. ഈ ഇപ്പം എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് നമ്മുടെ മുൻ പ്രതിരോധ മന്ത്രി AK ആൻ്റണി പറഞ്ഞിട്ടുണ്ടായിരുന്നു, കേന്ദ്രത്തിലും കേരളത്തിലും ഒരേ സർക്കാർ ഭരിക്കുമ്പോൾ അതിൻ്റെ ഗുണം വളരെ വലുതാണെന്ന്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കടമെടുത്തുകൊണ്ട് ഞാൻ നിങ്ങളോട് ഒരു കാര്യം കൂടി പറയട്ടെ. കേന്ദ്രത്തിൽ BJP ഭരിക്കുന്നു, ഭാരതത്തിലെ 14 സംസ്ഥാനങ്ങളിൽ BJP ഭരിക്കുന്നു. കേരളത്തിന് ഈ ഭാരതത്തിൻ്റെ 14 സംസ്ഥാനങ്ങൾക്ക് കിട്ടുന്ന ഗുണഫലങ്ങൾ കേരളത്തിന് കൂടി അനുഭവയോഗ്യമാണെങ്കിൽ മാവണമെങ്കിൽ ഈ വർഷം അല്ലെങ്കിൽ ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നിങ്ങൾ ഓരോരുത്തരും BJPക്ക് വോട്ട് ചെയ്തുകൊണ്ട് BJPക്ക് ഒരു അവസരം കൊടുക്കുകയാണെങ്കിൽ ഈ 14 സംസ്ഥാനങ്ങളും, അതായത് മെജോറിറ്റി ഓഫ് ഇന്ത്യ എങ്ങനെയാണ് ചിന്തിക്കുന്നത് ആ വഴിക്ക് നമ്മളും കേരളത്തിലെ ജനങ്ങൾ കൂടി ചിന്തിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു വ്യത്യാസം തീർച്ചയായിട്ടും നമുക്ക് ഈ പ്രാവശ്യം തിരിച്ചറിയാം. 60 വർഷങ്ങളായിട്ട് നമ്മൾ രണ്ടുപേരെ മാറി മാറി പരീക്ഷിക്കുമ്പോഴോ ഇന്ന് ഭാരതത്തിലെ ഭൂരിപക്ഷം ജനങ്ങൾ ചിന്തിക്കുന്ന രീതിയിൽ ഒന്ന് ചിന്തിച്ചാൽ അതിൻ്റെ വ്യത്യാസം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് 10 ദിവസം കഴിഞ്ഞാൽ കേരളത്തിലെ നിയമസഭാ ഇലക്ഷനാണ്. എൻ്റെ കേരളത്തിലെ എല്ലാ ജനങ്ങളോടും ഞാൻ ഈ ഒരു അവസരത്തിൽ, ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇത്തവണ BJPക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി വിനീതമായി അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു.